ഹലോ ഗൈസ്. അങ്ങനെ നമ്മൾ അഭിനവ് സുന്ദർ നായകിൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള മോളിവുഡ് ടൈംസ് കണ്ടിരിക്കുകയാണ്. സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നസ്ലിൻ, സംഗീത്, ഷറഫുദ്ദീൻ എന്നിവരാണ്. ഇത് സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന ലേബലിൽ വരുന്നൊരു സിനിമയാണ്. നമ്മൾ കുറേയധികം സിനിമയിൽ കണ്ടതുപോലെ ഒരു സിനിമ എടുക്കാൻ ഒരാൾ നടത്തുന്ന സ്ട്രഗിൾസിനെ കുറിച്ച് പറയുന്നതാണ് ഈ സിനിമ. സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറച്ചധികം ക്യാമിയോസ് വരുന്നുണ്ട്. അതൊക്കെ ഈ സിനിമയെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. ഇതൊരു ഡാർക്ക് ഹ്യൂമർ ടൈപ്പ് രീതിയിൽ പോകുന്നൊരു സിനിമയാണ്. അതിൻ്റെ കൂടെ ഇമോഷൻസ്, സെൻറ്റിമെൻറ്റ്സ്, ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമ. ഒരു ഉദയനാണ് താരം സിനിമ മോഡലിലാണ് ഈ സിനിമ പോകുന്നത്. ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ ഒരു അണ്ടർഡോഗ് ആയിട്ടുള്ള ഒരാൾ സിനിമ കീഴടക്കുന്നതാണ് ഈ സിനിമ പറയുന്നത്. സിനിമയുടെ മേക്കിംഗ് ഒക്കെ കിടിലനായിട്ടുണ്ട്. അഭിനവ് സുന്ദർ നായക് കിടിലൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ അതിലെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആ സിനിമയ്ക്ക് വളരെയധികം അനുയോജിച്ചതായിരുന്നു. ഡാർക്ക് ഹ്യൂമർ കോമഡികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമയാണ് ഈ സിനിമ. പിന്നെ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുറേ ഇൻസ്റ്റൻസും കുറേ ട്വിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ സിനിമ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നസ്ലിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട ഘടകമാണ്. ഇത്രയും മെച്ചുവേർഡായിട്ടുള്ള കഥാപാത്രം നസ്ലിൻ ഇത്ര ഗംഭീരമായി ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല. അത്രയും ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. മലയാളികൾ ഇപ്പോഴാണ് ഡാർക്ക് ഹ്യൂമർ കോമഡികൾ ആസ്വദിച്ച് തുടങ്ങിയത്. അത് അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ തുടങ്ങി ഇപ്പോൾ മോഹിനിയാട്ടം വരെ നമ്മൾ ഡാർക്ക് ഹ്യൂമർ കോമഡികൾ വളരെയധികം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് ഹ്യൂമർ കോമഡികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. അപ്പോൾ സിനിമയിൽ എൻ്റെ റേറ്റിംഗ് 10ൽ 7.5, 7.5 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സിനിമ കണ്ടതിന് ശേഷം എല്ലാവരും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.